വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. 10th പ്രിലിംസിന്റെ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം രണ്ടാമത്തെ ഘട്ടം ക്യാൻസൽ ആയി പോയി. എങ്കിലും രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടു. ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പരീക്ഷകൾക്ക്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഒരുവിധം നല്ല രീതിയിൽ ഒരു ധാരണയായില്ലേ. അപ്പോ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ കുറെ അധികം സാമ്യങ്ങളുണ്ട് ചോദ്യങ്ങൾക്ക്. എന്നാൽ ചില ഭാഗങ്ങളിൽ സാമ്യങ്ങൾ ഇല്ല എങ്കിലും ഏതൊക്കെ ഭാഗങ്ങളാണ് കൃത്യമായി ചോദിച്ചിട്ടുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് ഇത്ര മാർക്കുകളാണ് വന്നിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ ഭാഗങ്ങൾ നല്ല രീതിയിൽ ഒന്നും കൂടെ പഠിക്കുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ പരീക്ഷ നടക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമാകും. അപ്പൊ അതുകൊണ്ട് അടുത്ത ഘട്ടങ്ങളിലേക്ക് 10th പ്രിലിംസിന്റെ അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുന്നവർ ഏതൊക്കെ ചോദ്യങ്ങൾ പഠിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഹോട്ട് ടോപ്പിക്സ് പഠിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ അതില് നമ്മൾ ആദ്യം തന്നെ കേരളം എന്ന് പറയുന്ന ഭാഗം എടുക്കുകയാണെങ്കിൽ, കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ അടിസ്ഥാന വസ്തുതകൾ അഥവാ ബേസിക് ഫാക്ട്സ് ഓഫ് കേരള എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ബേസിക് ഫാക്ട്സിനെ കുറിച്ച് 8 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ബേസിക് ഫാക്ട്സ് 8 ചോദ്യങ്ങളാ ചോദിച്ചാണ്. കേരളത്തിലെ ആദ്യകാലത്ത് നടന്ന സമരങ്ങൾ, അല്ലെങ്കിൽ ആദ്യകാല മുന്നേറ്റങ്ങൾ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് കേരളത്തിലുണ്ടായ സാംസ്കാരിക സാമൂഹിക മുന്നേറ്റങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അങ്ങനെ ഒരു ഭാഗം, ആ മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ 4ആണ്. കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ അഥവാ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എന്ന് പറയുമ്പോൾ അതില് എന്ത് വരും? നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, വനം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ കായിക രംഗം പഠിക്കണം നിങ്ങൾ. അതുമായി ബന്ധപ്പെട്ട മൂന്ന് മാർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ജല വൈദ്യുത പദ്ധതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 2 മാർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 2 മാർക്കിനുള്ള ചോദ്യങ്ങൾ. നദികളിൽ നിന്ന് 2 മാർക്ക്. അതുപോലെ തന്നെ കേരളത്തിൽ മലബാർ കലാപം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന്, മലബാർ കലാപത്തിൽ നിന്ന് എന്ത് ചോദിച്ചിട്ടുണ്ട്? 2 ചോദ്യം. കേരളത്തിലെ കൃഷിയൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ടീച്ചർ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് ഈ ഭാഗങ്ങളൊക്കെ പഠിപ്പിച്ചു എന്നിട്ടുള്ളതാണ്. അതില് 2 ചോദ്യം വിത്തിനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി കേരള നിയമസഭ ഇലക്ഷൻ നടന്നു. ശരിക്കും ഇതിന് ഒന്ന് കേരളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് എന്നും വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്നും പറയാം. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 4 ചോദ്യങ്ങളാ വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പൊ എത്രമാത്രം ചോദ്യങ്ങളാ. ഇനി ഇതൊക്കെ മാറ്റി നിർത്തിയാൽ കേരള നവോത്ഥാനം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 2 ക്വസ്റ്റ്യൻ പേപ്പറിലുമായിട്ട് 22 ചോദ്യം വന്നുണ്ട്. അതില് ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തെ കുറിച്ച് 5 ചോദ്യം. അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമിയെ കുറിച്ച് 2 ചോദ്യം. അതുപോലെ വാഗ്ഭടാനന്ദനെ കുറിച്ച് എത്ര ചോദ്യം? 2 ചോദ്യം. ചട്ടമ്പി സ്വാമിയെ കുറിച്ച് 3 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി അയ്യങ്കാളിയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയെ കുറിച്ച് ചോദിച്ചിരിക്കുന്നത് 3 മാർക്കിനുള്ള ചോദ്യമാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു, അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമി, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമി, അയ്യങ്കാളി, ഇവരെ കുറിച്ചൊക്കെ 5ഉം 3ഉം 2ഉം ഒക്കെ ചോദിച്ചപ്പോ ഇനി ചോദിച്ചിട്ടുള്ള ആരൊക്കെ കുറിച്ചാണെന്നറിയോ? ഓരോ ചോദ്യങ്ങൾ AKGയെ കുറിച്ച്, VT ഭട്ടത്തിരിപ്പാടിനെ കുറിച്ച്, അതുപോലെ തന്നെ പൊയ്കയിൽ യോഹന്നാൻ എന്ന് പറയുന്ന നവോത്ഥാന നായകനെ കുറിച്ച്, പണ്ഡിറ്റ് കറുപ്പനെ കുറിച്ച്, ബ്രഹ്മാനന്ദ ശിവയോഗിയെ കുറിച്ച്, കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ, അദ്ദേഹത്തെ കുറിച്ച്, ആറാട്ടുപുഴ വേലായുധ പണിക്കർ, ഇത്രയും ആൾക്കാരെ കുറിച്ച്. അപ്പോ റിനയസൻസ് എന്താ തൂത്തുവാരിയൊക്കെയാണ്. 22 ചോദ്യങ്ങളാണ് 2 ക്വസ്റ്റ്യൻ പേപ്പറുകളിലുമായിട്ട് ചോദിച്ചാണ്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ
കേരളത്തിലെ ഹിസ്റ്ററി, ബേസിക് ഫാക്ട്സ്, കായികം, കലാപം, അങ്ങനെ നിയമസഭ, നവോത്ഥാനം എന്നീ ഭാഗങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. അടുത്ത ദിവസങ്ങളിലായിട്ട് ഈ ഭാഗങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടീച്ചർ കേട്ടോ. ഇനി അടുത്തത് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു? ഇന്ത്യൻ പ്ലാനിംഗ്, ഇന്ത്യയിലെ ആസൂത്രണം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 3 ചോദ്യങ്ങളുണ്ട്. ഇന്ത്യയിൽ തടാകങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് 2 മാർക്കിന്. ഇന്ത്യയിലെ ആണവ നിലയം, അതുപോലെ തന്നെ കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയം എന്നിവയിൽ നിന്ന് 2 ചോദ്യം. ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സില് എത്ര ചോദ്യം? 4 ചോദ്യം. മനസ്സിലായോ? ഇനി ഇന്ത്യയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അതുപോലെ തന്നെ സംസ്ഥാന പുനഃസംഘടന, ഈ 2 ഭാഗങ്ങളിൽ നിന്നുമായി എത്ര ചോദ്യങ്ങൾ വന്നു? 4 ചോദ്യങ്ങൾ വന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോ ഇന്ത്യയിൽ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ട് വന്നിരിക്കണേ. ഇതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടോ. ഇനി അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, മൗലിക അവകാശങ്ങൾ, അതായത് റിട്ട് അടക്കമുള്ള ഭാഗം നമ്മൾ പഠിക്കണം. മൗലിക അവകാശം, റിട്ടൊക്കെ ഉൾപ്പെടുന്ന 5 ചോദ്യം. മൗലിക കർത്തവ്യവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 3 ചോദ്യം. ഇതിൽ തന്നെ നിയമഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോ മനുഷ്യാവകാശ നിയമം മാത്രല്ല, മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ സംഘടനകൾ, ആ ഭാഗത്ത് നിന്ന് 4 മാർക്ക്. അതുപോലെ തന്നെ വിവരാവകാശം, നിയമം, കമ്മീഷൻ എന്നീ ഭാഗത്ത് നിന്നായി 4 ചോദ്യങ്ങൾ. അപ്പൊ ഇതും പ്രധാനപ്പെട്ടതാണ്, അത് പഠിച്ചു വെക്കാം. ഇനി അടുത്തത് സയൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ, ഒന്ന്, നമ്മൾ ഓരോന്നിന്റെയും യൂണിറ്റുകൾ നിങ്ങൾക്ക് ടീച്ചർ പ്രത്യേകം ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. യൂണിറ്റുകളെ കുറിച്ച് 2 ചോദ്യം വന്നു. ആറ്റത്തിന്റെ ഘടന നമ്മൾ ഹോട്ട് ടോപ്പിക് ആയിട്ട് പഠിച്ചതാണ്. ആ ആറ്റത്തിന്റെ ഘടന എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് 2 മാർക്കിന് ചോദ്യം വന്നു. അയിര് നമ്മൾ പ്രത്യേക ഹോട്ട് ടോപ്പിക് ആയി പഠിച്ചതാണ്. എനിക്ക് ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. എന്റെ കുട്ടികളെ ഇതൊക്കെ ടീച്ചർ പഠിപ്പിച്ചതാണ്. അയിരിൽ നിന്ന് 3 ചോദ്യങ്ങൾ വന്നു. അടുത്തത് ഉത്കൃഷ്ടവാതകം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 2 മാർക്കിന് ചോദ്യങ്ങൾ വന്നു. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നിത്യജീവിതത്തിലെ രസതന്ത്രം, നമ്മൾ ഒരു ക്ലാസ് അങ്ങനെ തന്നെ അതെടുത്തിട്ടുണ്ട്. 3 ചോദ്യ വന്നേ. അതായത് ഗ്രാഫൈറ്റിനെ കുറിച്ച്, പ്ലാസ്റ്റിക്കിനെ കുറിച്ച്, പോളിമറിനെ കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പവറിനെ കുറിച്ചിട്ടുള്ള ചോദ്യം, എനർജിയെ കുറിച്ചിട്ടുള്ള ചോദ്യം, അതുപോലെ തന്നെ വർക്ക്, ഈ 3 ഭാഗത്തിൽ നിന്ന് 4 ചോദ്യങ്ങളാണ് നമുക്ക് വന്നിട്ടുള്ളത്. ക്ലിയർ ആയോ മക്കളെ? അടുത്തത് താപനില എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 2 മാർക്കിന് ചോദ്യങ്ങൾ വന്നു. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മള് യൂണിറ്റ്, ആറ്റത്തിന്റെ ഘടന, അയിര്, ഉത്കൃഷ്ടവാതകം, അങ്ങനെ പ്രവൃത്തി, നിത്യജീവിതത്തിലെ രസതന്ത്രം, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രോഗങ്ങൾ എന്ന് പറയുന്ന ഭാഗമാണ്. രോഗങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് 3 ചോദ്യം വന്നു. പിന്നെ മനുഷ്യ ശരീരം, ഞാൻ ഒരു ക്ലാസ്, വലിയൊരു ക്ലാസ് തന്നെ നമ്മൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. മനുഷ്യ ശരീരത്തില് ആ ഭാഗത്ത് നിന്ന് 7 മാർക്കിന്റെ ചോദ്യ. ദഹനത്തെ കുറിച്ച്, ദഹന വ്യവസ്ഥയെ കുറിച്ച്, ഹോർമോണിനെ കുറിച്ച്, രക്തത്തിൽ നിന്ന് തന്നെ 2 ചോദ്യം, കലകളെ കുറിച്ച് ഒക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അത് പഠിക്കണം. ഇനി അതുപോലെ തന്നെ വിറ്റാമിനുകൾ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതല്ലേ? വിറ്റാമിനുകൾ എത്ര ചോദ്യം വന്നു? 3 ചോദ്യം വന്നു കേട്ടോ.
അപ്പൊ ഇത്രയും സയൻസിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. ഇനി അടുത്തത് രണ്ട് കാറ്റഗറി കൂടി ഉണ്ട്. ഒന്ന് പരിസ്ഥിതി സംഘടനകൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 4 ചോദ്യം വന്നു. ഇനി അവസാനത്തത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്തൊക്കെയാ വന്നിട്ടുള്ളത് എന്നൊന്ന് ടോപ്പിക് വൈസ് നോക്കി നോക്കാം. എലക്ഷൻ അത് വന്നിട്ടുണ്ട്, അത് നമ്മൾ നേരത്തെ കേരളത്തിൽ പറഞ്ഞു. സ്പോർട്സ് എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സിനിമ വിഭാഗത്തെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അവാർഡുകളെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇതൊക്കെ കറണ്ട് അഫയേഴ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് കറണ്ട് അഫയേഴ്സ് ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ കാണാപ്പാഠമായിട്ട് അത്രയും ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. കേരളത്തെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞേക്കണേ, ഇന്ത്യയെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞേക്കണേ, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞേക്കണേ, സയൻസിനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞേക്കണേ, ചോദിച്ചേക്കണേ, അല്ലെങ്കിൽ പരിസ്ഥിതി, കറണ്ട് അഫയേഴ്സ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ച്, ഈ ചോദിച്ച ഭാഗങ്ങളെ കുറിച്ച് ടീച്ചർ അടുത്ത ക്ലാസ്സിൽ എന്തിടുന്നതായിരിക്കും. ഓരോ ഭാഗങ്ങളിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ്, അതിന്റെ ഒരു വിശകലനവും കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അനുബന്ധ വസ്തുക്കളൊക്കെ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലെ പരീക്ഷയ്ക്ക് ഒന്നുകൂടെ മാർക്ക് കൂടാം. തയ്യാറുള്ള കുട്ടികൾ എല്ലാവരും ടീച്ചറുടെ കൂടെ കൂടിക്കോളൂ കേട്ടോ.